Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ടെക് ബാഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. നമ്മൾ ഇതിനു മുമ്പ് വാട്ട്സ് ഇൻ മൈ ക്യാമറ ബാഗ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ടെക് ബാഗാണ്. ടെക് ബാഗ് നിങ്ങൾക്ക് പറയുമ്പോൾ അറിയായിരിക്കും നമ്മുടെ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങി ചെക്ക് എടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലായുള്ള ലേൺ വിത്ത് ജിഎച്ച് എന്നൊരു ചാനൽ തുടങ്ങിയിരുന്നു. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകളുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഹെൽപ്ഫുൾ കണ്ടന്റ് തന്നെയാണ്. നോക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും സംഭവത്തിൻ്റെ ഐഡിയും കാരണം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് എന്ന് പറയുന്നത് നമ്മുടെ ടെക് ബാഗ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഗാഡ്ജറ്റ്സ് ഒക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് അരിസ്ട്രിക്സ് എന്ന് പറഞ്ഞൊരു ബാഗ് തന്നെയാണ്. അപ്പോൾ അരിസ്ട്രിക്സ് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ ഇതാണ് ബാഗ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു 30 ലിറ്ററിൻ്റെ ഒരു ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നതാണ്. MRP 4000 രൂപയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആമസോണിൽ 1500 താഴെയൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം നല്ല പാഡിങ്ങും സംഭവം നമുക്ക് ലാപ്ടോപ്പ് വയ്ക്കാനും ടാബ്ലറ്റ് വയ്ക്കാനും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സിംഗിൾ പൗച്ചാണ്. പക്ഷേ നമുക്ക് ഉള്ളിൽ നമുക്ക് ടാബ് വയ്ക്കാനൊക്കെ സെപ്പറേറ്റ് ഇതിൻ്റെ ലെയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്കിത് നമ്മുടെ എന്താ പറയുക USB അതുപോലെ ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഈ സൈഡിലാണ് നമുക്ക് അതിൻ്റെ ചാർജിങ് വരുന്നത്. ഉള്ളിൽ നമുക്ക് വയറുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് ഏതെങ്കിലും പവർ ബാങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പുറത്ത് തന്നെ നമുക്ക് ഫോൺ വെച്ചിട്ട് നമുക്ക് പിന്നെ ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ കാണാൻ വയ്ക്കാൻ രണ്ട് സൈഡിൽ ഒരു പൗച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഒരു കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഞാനത് എന്തായാലും അടുത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് തന്നെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിൽ കുറച്ച് സീക്രട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റേഞ്ചിന് ആക്ച്വലി നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ അരിസ്ട്രിക്സിൻ്റെ ബാഗിൻ്റെ. നിങ്ങൾക്ക് എന്തായാലും ഈ റേഞ്ചിൻ്റെ വേറെ നല്ല ബാഗ് കിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ബാഗ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാപ്ടോപ്പ് ബാഗാണ്. നല്ല സൈസ്, നല്ല കപ്പാസിറ്റി, നല്ല പ്രൊഡക്ഷൻ, നല്ല എന്താ പറയുക ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വേറെ ബാഗുകൾ കിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ സഫാരിയുടെ ബാഗ്സും അതുപോലെ തന്നെ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗ്സൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ പ്രൈസിൽ ഇതിൻ്റെ ക്വാളിറ്റി കാണുമെന്ന് തരുന്നില്ല കേട്ടോ. അതുപോലെ പ്രൊഡക്ഷനും തരുന്നില്ല. അപ്പോൾ അമേരിക്കൻ ടൂറിസ്റ്ററൊക്കെ കുറേ പേര് ജസ്റ്റ് അവരുടെ ബ്രാൻഡ് അംബാസഡറിൻ്റെ സൈൻ കിട്ടുമെന്ന് അവർ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബ്രാൻഡ് അംബാസഡറിൻ്റെ എന്തോ സ്റ്റിക്കറോ എന്ന സംഭവം കൂടുതൽ കൊടുക്കണം. അത് കിട്ടാൻ വേണ്ടി കുറേ പേര് അമേരിക്കൻ ടൂറിസ്റ്ററൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ അമേരിക്കൻ ടൂറിസ്റ്റർ പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പണ്ട് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ സാധനം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഇല്ല. ഇപ്പോൾ അവർ ബ്രാൻഡ്സിൻ്റെ അംബാസഡറിനെ വെച്ചിട്ട് അതിൻ്റെ കാശിൻ്റെ ഒക്കെ ഇതിൽ കുറച്ചൊക്കെയാണ് ക്വാളിറ്റിയിലൊക്കെ. അപ്പോൾ പിന്നെ ഇത് ആക്ച്വലി ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അരിസ്ട്രിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അതാണ് വേറെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് ഇത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് 999 ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നു 25 ലിറ്ററിൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഇവരുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് അറിയാം. ഇതും അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഇതേ റേഞ്ചിലുള്ളൊരു ബാഗ് കൂട്ടി വെച്ച് നോക്കി നിങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് ക്വാളിറ്റിയിൽ അറിയാം. അപ്പോൾ എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്തായാലും നമുക്ക് എന്തായാലും ഗാഡ്ജറ്റ്സ് കാണുമല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ഈ വീഡിയോ ആയിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് വരുന്നത്. ഒരു ചെറിയ ഒരു എന്താ പറയുക നമ്മുടെ കാമോഫ്ലേജിൻ്റെ ഒരു ടച്ച് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസൈൻസ് കാണാൻ കാണുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ബ്രാൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അരിസ്ട്രിക്സ് പറഞ്ഞൊരു ബ്രാൻഡിങ് കൂടെ കാണാം. പിന്നെ നമുക്ക് അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ചാർജറിൻ്റെ കണ്ടു USB. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് USB കുത്താനുള്ള സംഭവം ഉണ്ട്. അതിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. ഉള്ളിലുണ്ട്. നേരത്തെ ബാക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്ക് കാണിച്ചു തരാം. നല്ല പാഡിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം ഒന്നുകൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് നമ്മുടെ ട്രോളിലൊക്കെ വയ്ക്കാനുള്ള ഒരു സ്ട്രാപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ പാഡിങ് ഉണ്ട്. നല്ല പാഡിങ് ഉണ്ട്. നല്ല എക്സ്ട്രാ പാഡിങ് വരെ നമുക്ക് നമ്മുടെ ബാക്കിനൊന്നും കുറച്ചും കൂടി നമ്മുടെ എന്താ പറയുക കംഫർട്ട് വരെയുള്ള കുറേ പാഡിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2-3 പാഡിങ് ലൈനൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെപ്പറേറ്റ് വേറൊരു നമ്മുടെ കാർഡും ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ചെറിയൊരു പൗച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അതിന് സിബും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈസയും വേണമെങ്കിൽ സുഖമായിട്ട് വയ്ക്കാം. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇനി നമ്മുടെ ടെക് ബാഗ് നമ്മൾ പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടെന്നൊക്കെയല്ല നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ നമ്മുടെ എന്താ പറയുക എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ചെറിയ തടസ്സം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. ഇപ്പോൾ ഈ ബാഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 1500 താഴെ അല്ലെങ്കിൽ 1900 1500 ആൾമോസ്റ്റ് ആ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരിക. 30 ലിറ്ററിൻ്റെ ബാഗാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു വേറെ പ്രത്യേകത. നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ നമ്മുടെ പവർ ബാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ
ആംബ്രൈൻ്റെ പവർ ബാഗാണ്. നമുക്ക് മാക്സേഫ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് എൻ്റെ ഫോൺ ആക്ച്വലി ഇപ്പോൾ നമ്മളിതില്ല കേട്ടോ, ഫോൺ പുറത്താണ് ഇരിക്കുന്നത്, ഞാൻ സെപ്പറേറ്റ് വേറെ കാണിക്കാം. ഇത് നമ്മുടെ 10000 mAh മാക്സേഫ് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ചാർജറാണ്. നമുക്ക് 2000 രൂപ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ മാക്സേഫ് ചാർജർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 5000 രൂപ കൊടുക്കണം. നമ്മൾ 5000 mAh താഴെയുള്ള സപ്പോർട്ട് വരുന്ന കപ്പാസിറ്റി വരുന്ന ബാറ്ററിയുടെ അല്ല എന്ന് പറയാം, പവർ ബാങ്കിനൊക്കെ. ഇതിൽ നമുക്ക് ഇൻബിൽഡായിട്ടൊരു പവർ കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിതിൽ USB-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തതിന് കാണിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാവില്ല. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ നമുക്കൊരു പൗച്ച് വരുന്നത്, ഇവിടെയാണ് നമ്മൾ വെച്ചത് നേരത്തെ. ഇവിടെ നമുക്കൊരു പെൻ വയ്ക്കാനുള്ള ഒരു പൗച്ചും വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു മെയിൻ ഉണ്ട്, ഇവിടെ നമുക്കൊരു സിബ് ഉണ്ട്. അതിനകത്ത് ഞാൻ വേറെ കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഗ്ലാസ്, അതായത് നമ്മുടെ ബ്ലൂ കട്ട് റേസ് വരുന്ന ഗ്ലാസ്, ഇതിൻ്റെ ഗ്ലാസിൻ്റെ വീഡിയോ നമ്മുടെ 2ാം ചാനലിൽ ഇടുണ്ടായിരുന്നു. അത് പോയി കാണാൻ മറക്കണ്ട. 𝐿𝗏𝐻 നമ്മൾ 2ാം ചാനലിൽ കാണാത്തവർ പോയി കണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതത് ഒരു 500 രൂപയുടെ താഴെ വരുന്ന ഒരു ബ്ലൂ കട്ട് ഗ്ലാസ് ആണ്. നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. എന്താ പറയുക, ഗ്യാരണ്ടി കാർഡും സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊന്ന് കാണാത്തവരോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാത്തവരോ ഇത് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഇടയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ബ്ലൂ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ബ്ലൂ റേസ് ഒരു ഹാർംഫുൾ ആയിട്ടുള്ള റേസ് വരുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണിന് കേടാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേബിൾ. അതിൻ്റെ ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു എന്താ പറയുക പ്രോട്ടോണിക്സിൻ്റെ തന്നെ ഒരു Type-C കേബിളിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവരെ തന്നെ അങ്ങനെ മടക്കി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പൊക്കെയാണ് ഈ സാധനം. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടുണ്ട്. നമ്മുടെ സിൻകോൻ്റെ ഒരു മൈക്ക് ഇരിക്കുന്നുണ്ട്. സിൻകോൻ്റെ G1A1 എന്ന് പറഞ്ഞൊരു മൈക്ക് ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം വാങ്ങിച്ചാണ്. നമ്മൾ ഒരു കൊല്ലം ഒന്നര കൊല്ലം ആവാറായി. അതിൻ്റെ തന്നെ പുതിയ മോഡൽ നമ്മളൊരു 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിച്ചാണ് G2A2. അതാണ് എൻ്റെ ബോക്സാണത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ട നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കാണ്. നമ്മുടെ ബോയേൻ്റെ WM3D എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്കിത് ക്യാമറയിലും എന്താ പറയുക ഐഫോണിലൊക്കെ ഒരുമിച്ച് കൊടുത്താൽ നമുക്കിത് ഇങ്ങനത്തെ എന്താ പറയുക അഡാപ്റ്റേഴ്സ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഈ ബോക്സ് ചാർജിങ് ബോക്സാണ്. നമുക്ക് ആ പവർ ബാങ്കായിട്ട് അതിൻ്റെ ഉപയോഗിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂറൊക്കെ നമുക്ക് 3 to 4 hour നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ജസ്റ്റ് ആവറേജ് ആണ്. ബോയുടെ ഞാൻ പിന്നെ എത്ര പ്രതീക്ഷിച്ചാൽ മതി, ചൈനീസ് ആണല്ലോ. അപ്പോൾ അത് ഈ പൗച്ച് അവർ തന്നൊന്നുമല്ല, നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ ഏതിൻ്റെ പൗച്ചാണ്, സിൻകോൻ്റെ പൗച്ചായിരുന്നത്. ഇത് ഞാൻ സിൻകോൻ്റെ പൗച്ച് മാറ്റി ഇതിൽ കിട്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ കാര്യം. പിന്നെ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഒരു കേസാണ് അതിട്ട്. അത് 500 രൂപ നമുക്ക് ആമസോണിലൊക്കെ വരുവാണ്. നല്ല സാധനം കേട്ടോ. നമുക്കിത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ആപ്പിൾ വാച്ച് എന്തായാലും വെച്ചേക്കണം കണ്ടോ. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ വേണമെങ്കിൽ നമുക്ക് ചാർജറിൽ ഫിക്സ് ചെയ്യാൻ കണ്ടോ, കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ ചാർജറിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചാർജിങ് ചെയ്യാം അതിനോട് വെച്ചിട്ട്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇത് നിലത്തുവിടാനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ സൂപ്പർ സാധനം ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ മറക്കണ്ട. നിങ്ങൾ 500 രൂപ സംതിങ് ഉള്ളത്. ആപ്പിൾ വാച്ച് മാത്രമല്ല, നിങ്ങൾ ഏത് സ്മാർട്ട് വാച്ച് വേണമെങ്കിലും വെക്കാം. അത് ശരിക്കും അവരെ മാർക്കറ്റ് ചെയ്യുന്ന ആപ്പിൾ വാച്ച് ആയിട്ടാണ്, അത് ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രം. പിന്നെ നമ്മുടെ ഹോളി ലാൻഡിൻ്റെ മൈക്കിലിരിക്കുന്നുണ്ട്, അതിൻ്റെ പൗച്ചാണത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തൊരു വീഡിയോ കണ്ടു നോക്കുക. 10000 സംതിങ് റേഞ്ച് വരുന്നതാണ്. ഇതും നമുക്കൊരു TWS പോലത്തെ സംഭവത്തിൽ വരുന്നതാണ്. ഇത് വ്യത്യാസം എന്താ വെച്ചാൽ നമ്മുടെ ബാക്കി എല്ലാ മൈക്കുകളും ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവറാണ്. ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് 2 ട്രാൻസ്മിറ്റർ ആവശ്യം വരുമ്പോൾ വയ്ക്കാനുള്ള സംഭവമാണ്. അപ്പോൾ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറിൻ്റെ സംഭവമാണത്. ഇതും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പക്ഷേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയൊക്കെ ബോയനാട്ടൊക്കെ സൂപ്പറാണ്. വേറെ കാര്യം സൗണ്ട് ക്വാളിറ്റി പക്ഷേ ബോയൊക്കെ കുറച്ച് കൂടുതൽ കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് നമ്മൾ അതിൽ വെച്ചു. ഇനി എന്താ ഉള്ളത് നോക്കട്ടെ. ഇത് ബാഗിൻ്റെ ഇതുണ്ട്, ഇതിൻ്റെ ബാഗിൻ്റെ കാർഡാണ്. ഇതുണ്ട് MRP പുറത്തേക്കുന്നത് 3700 രൂപയ്ക്കാണ്. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി പ്രൈസാണ് ശരിക്കുള്ള പ്രൈസ് കേട്ടോ, ബൈയിങ് പ്രൈസ്. ഇനി നമ്മുടെ മെയിൻ സംഭവം ഇത് ഞാൻ തുറന്നു. ഇത് നമ്മുടെ ടാബാണ്. ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ ടാബാണ്. S6 ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ കവർ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രേ കളർ മോഡലാണ്. ഇത് നല്ല സംഭവമാണ്. നമ്മൾ ബാറ്ററി ബാക്കപ്പ് ഇടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാർജ് ചെയ്തിട്ടും ഇതായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ബാറ്ററി 65% ഉണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 days ആയിട്ടുണ്ട്. നമ്മളൊരു ആവറേജ് യൂസാണ്. നമ്മൾ നോട്ട്സും എഴുതാനും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതാനും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓവറോൾ പെർഫോമൻസ് നല്ലതാണ്. നമ്മൾ ഇനീഷ്യൽ ബൂട്ടിങ് കഴിഞ്ഞിട്ട് നമുക്കൊരു കുറച്ച് നേരം നമുക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഒരു എന്താ പറയുക ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സെറ്റ് ആവും. എന്ന് വെച്ചാൽ അതുവരെ നമുക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത് നല്ല സ്മൂത്ത് സംഭവങ്ങളാണ്. പിന്നെ നമ്മളിത് സ്ക്രീൻ ഗാർഡ് ഒരെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആണെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ കേസ് ഇട്ടപ്പോൾ സ്ക്രീൻ ഗാർഡ് കുറച്ച് പൊന്തി വന്നു. അപ്പോൾ നിങ്ങൾക്ക് കേസ് ഇടുന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഗാർഡ് കുറച്ച് ഇഷ്യൂ ആവും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കേസാണെങ്കിൽ ശരിക്കും സ്ക്രീൻ ഗാർഡ് ആവശ്യമില്ല. പക്ഷേ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ കയ്യിലത്തെ
മോതിരോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റോ അങ്ങനെ സംഭവങ്ങളൊക്കെ കുറണ്ടിരിക്കുകയാണ് ഞാൻ വെച്ചത്. പക്ഷേ ഇത് നമ്മുടെ ഈ എന്താ പറയുക കേസ് തടയുന്നുണ്ട്, അത് കാരണം പൊന്തി വരുന്നുണ്ട്. നമ്മുടെ S Pen നമുക്ക് ഇവിടെ വെക്കുകയും ചെയ്യാൻ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. പിന്നെ നല്ല പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് റോബസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കേട്ടോ. 700 രൂപ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബൈയിങ് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് ആവശ്യമുള്ളത് വാങ്ങിക്കാമല്ലോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ടാബിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വെച്ചിട്ടില്ല കേട്ടോ, എല്ലാം സെപ്പറേറ്റ് വേറെ പുറത്താണ്. അയ്യോ ഇത് വരണില്ലോ, എന്തായാലും മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്, എന്തായാലും മാറ്റി വയ്ക്കുക, അത് വെച്ച വേറെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ലാപ്ടോപ്പ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ച നമ്മുടെ മുകളിൽ തട്ടി ക്യാമറയുടെ മാക്ബുക്ക് എയർ M1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നല്ല അത്യാവശ്യം നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല ഓഫറിൽ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നത് 75-78 സംതിങ് റേഞ്ചിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ഇത് 8GB 16GB 256GB ആണ്. അപ്പോൾ നല്ല പ്രൈസ്, നല്ല ആ റേഞ്ചിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാറ്ററി ബാക്കപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ബാറ്ററി ബാക്കപ്പാണ്, അത് വേറെ കാര്യം. നമ്മൾ ബാക്കിയുള്ള വിൻഡോസ് ലാപ്ടോപ്പോ സംഭവമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അമ്മാരി ബാറ്ററി ബാക്കപ്പ് ശരിക്കും ഒരു എന്താ വെച്ചാൽ അത് M1 ആക്ച്വലി പറയുന്ന ഒരു മൊബൈൽ പ്രൊസസ്സറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പവർ എഫിഷ്യൻസി ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ നല്ല പവർ എഫിഷ്യൻറ്റ് മാത്രമല്ല നല്ല പെർഫോമൻസും ആണ്, അത് വേറെ കാര്യം. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് 2023 നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ നമ്മുടെ M1 സീരീസ് എയർ മാക്ബുക്ക് M and Air 1 എന്ന് വെച്ചാൽ M2 വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ബേസ് മോഡൽ എന്ന് വെച്ചാൽ അവർ അതിൽ SSDയുടെ സ്പീഡ് കുറച്ചിട്ട് M2 വെച്ചൊക്കെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടോ സെയിം പെർഫോമൻസ് തന്നെ കിട്ടുക. അപ്പോൾ നമ്മുടെ ബാഗ് കാലിയായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ വരുന്ന ഇൻബിൽഡായിട്ടുള്ള വരുന്ന ആ കേബിൾ കണ്ടോ, നമുക്കിത് ഇവിടെ കണക്ഷൻ വരുന്നതാണ്. നമുക്ക് ഇതിലേക്ക് നമ്മൾ വെച്ചേക്കുന്ന എന്താ പറയുക പവർ ബാങ്ക് കുത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നമുക്ക് മൊബൈൽ നമ്മൾ പുറത്തൊക്കെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ഇന്ന് കുത്തിരി ചാർജ് ചെയ്യട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് വേറെ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് ഇവിടെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വരുന്നത് ഞാൻ ക്യാമറ ഒന്ന് മുകളിലേക്ക് വെക്കാം. ഇതിൽ നമുക്ക് ഇത് നമ്മുടെ എയർപോഡാണ്, 2nd ജനറേഷനാണ് വിത്ത് വയർലെസ് കേസ്. അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ എന്താ പറയുക നമ്മുടെ വയർഡായിട്ടുള്ള മൈക്ക് ഉണ്ടല്ലോ, പണ്ട് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഉപയോഗിക്കുന്ന വയറിൻ്റെ കേസാണ്. ഏതോ ബോയറിനെയാന്ന് തോന്നുന്നുണ്ട്, അതോ വേറെ ഒരു ബ്രാൻഡിയാന്ന് തോന്നുന്നുണ്ട്, ബ്രാൻഡിങ് ഒന്നും കാണില്ല. അപ്പോൾ അത് നമ്മൾ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ സെക്യൂരിറ്റി കീ ഇരിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ റീസെൻ്റ്ലി വീഡിയോ ഇട്ടുണ്ടായിരുന്നപ്പോൾ അത് കാണാതെ കണ്ടു നോക്കുക. നമ്മൾ ഗൂഗിളിൻ്റെ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൻ്റെ വേറെ വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അത് നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് റീസെൻ്റ്ലി ഈ ആഴ്ച തന്നെ നമ്മൾ ഇടുന്നുണ്ട് അതിൻ്റെ വീഡിയോ. പിന്നെ നമുക്ക് കുറേ SSD ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ T7 ടച്ച് എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് 1TB ആണ് കേട്ടോ, 1TB. അപ്പോൾ ഇതിൽ നല്ല 1000 MB സ്പീഡ്, പക്ഷേ നമുക്ക് റിയൽ ടൈമിൽ അതൊന്നും കിട്ടുന്നില്ല വേറെ കാര്യം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഏറ്റവും ചീപ്പായിട്ടുള്ള SSD പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡിൻ്റെ EVM എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് 256 GB ആണ് കണ്ടു, 256 GB ആണ്. ഇത് ആക്ച്വലി എനിക്ക് കിട്ടിയത് 2500 രൂപയ്ക്കാണ് SSD കിട്ടിയത്. പക്ഷേ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇന്ത്യൻ ബ്രാൻഡാണ്. സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് 500 MB സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, മെറ്റലാണ്, പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാണുന്നു വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഒരെണ്ണം കൂടി ഉണ്ട് ക്രൂഷ്യലിൻ്റെ, അത് 512 GB ആണ് കേട്ടോ, അതാണ് ക്രൂഷ്യലിൻ്റെ. ഇത് പക്ഷേ പ്ലാസ്റ്റിക് കേസിംഗ് ആണ്. ഇതും കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. സ്പീഡ് റേഞ്ചൊക്കെ മറ്റേൻ്റെ അതേ റേഞ്ച് തന്നെയാണ്. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഓഫറിൽ കിട്ടി. 10,500 രൂപയുടെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓഫർ കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ്. ഇതിന് എനിക്ക് 512 GB വന്നത് 3500 സംതിങ് വന്നുള്ളൂ. ശരിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5000-5500 രൂപ പ്രൈസ് വരുന്നുണ്ട് അതിന്. പക്ഷെ എനിക്കൊന്ന് ഒരു ഡിസ്കൗണ്ട് കൂപ്പറും കാര്യങ്ങളൊക്കെ ആമസോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്താണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പിന്നെ നമ്മുടെ കുറേ കേബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ഒരു ടൈപ്പ് A to ടൈപ്പ് ലൈറ്റ്നിങ് കേബിൾ വരുന്നൊരു സാൻഡ് ഡിസ്കിൻ്റെ നമുക്ക് നമ്മുടെ എന്താ പറയുക ആപ്പിളിൻ്റെ ഐഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് വേണമെങ്കിൽ ക്യാമറ ഒക്കെ നമുക്ക് ഇതിലേക്ക് മെമ്മറിക്ക് ആക്കിയിട്ട് ക്യാമറ ഇഷ്ടംപോലെ എടുത്തു പോകും. അതായത് നമുക്കറിയാം നമ്മുടെ ഐഫോണിൻ്റെ ഡിഫോൾട്ട് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് മെമ്മറി വരുന്നത് 128 GB ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടംപോലെ സൈസിൽ വാങ്ങിയാൽ 1TB വരെ കിട്ടും. ഇത് 32 ആണെന്നുണ്ട്, 32-64 ഇത് കുറച്ച് 2500-3000 32 GB വരുന്നുണ്ട് കേട്ടോ പ്രൈസ്. പിന്നെ
പിന്നെ നമ്മുടെ മാക്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഡോങ്കിൾ ആവശ്യമാണ്. എന്താ വെച്ചാൽ അതിൽ കണക്ടറും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ടൈപ്പ് സി കണക്ടർ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് 700 800 900 1000 റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് 2 ടൈപ്പ് സി ടൈപ്പ് എ കിട്ടും. ഒരു ടൈപ്പ് സി 2 ടൈപ്പ് എ 3.0 കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഫുൾ മൈക്രോ SD അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക HDMI പോർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡയറക്റ്റ് പോകുന്നത് നമ്മുടെ ടൈപ്പ് സിയിലേക്കാണ്. ഇതൊരു നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് സാധാ കുറച്ച് ഇങ്ങനത്തെ ഡിഫോൾട്ട് സാധനങ്ങളൊക്കെ മതി എന്ന് വെച്ചാൽ ഈ സാധനം വാങ്ങിച്ചാൽ മതി. വലിയ ഹൈ വില കൂടിയ 3500 ആ കണക്ടറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടെക് ബാഗിലുള്ള സംഭവങ്ങൾ. ഇനി എന്തും ഞാൻ ആഞ്ഞൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ ബ്രഷാണ്. നമ്മുടെ മാക്ബുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാക്ബുക്കിൻ്റെ സ്ക്രീനിൻ്റെ സൈഡിലൊക്കെ പൊടി കയറി അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്രീൻ പൊട്ടും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന നമ്മുടെ ബ്രഷാണ്. ഇത് മൾട്ടിപ്പിൾ ബ്രഷാണ്. നമുക്കിത് എയർപോർട്ട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ കൊണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്പോഞ്ച് ഉണ്ട്. ഇവിടെ നമുക്ക് എയർപോർട്ടിൻ്റെ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് പോകുന്ന ഭാഗം ക്ലീൻ ചെയ്യാനുള്ള സംഭവമാണിത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ വരുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇതിന് 150 രൂപ അല്ല 120 രൂപ അങ്ങനെ ആമസോണിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക് ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഡയറക്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാൻ മതി. ഡയറക്റ്റ് നമ്മുടെ ആമസോൺ പർച്ചേസ് പേജിലേക്ക് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ബാഗിൻ്റെ 𝗏𝗏𝗏 ക്യാമറ ബാഗ് കാണാത്തവർ പോയി കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലാണ്. ബൈ.